ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം പീറ്റർ മാത്യു വല്യത്തുണ്ട്. പീറ്റർ മാത്യു വല്യത്തിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ്. ഞങ്ങൾ ദീർഘകാലം സഭാ കൗൺസിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. മാത്രവുമല്ല, അദ്ദേഹം കേരള സ്റ്റേറ്റ് NRI കമ്മീഷന്റെ മെമ്പറാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. അദ്ദേഹം മാസ്റ്റർ പാർട്ടിയുടെ സജീവമായ ഒരു പ്രവർത്തകൻ കൂടെയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, NRI കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ സഭയുമായി ബന്ധപ്പെട്ടും സമൂഹവുമായി ബന്ധപ്പെട്ടും NRI കമ്മീഷനുമായി ബന്ധപ്പെട്ടും പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പല മേഖലകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയുവാനുള്ള അഭിപ്രായങ്ങൾ, ആശയങ്ങൾ നമ്മളുമായി പങ്കിടുന്നതിന് ആഗ്രഹിക്കുന്നു. ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. സ്വാഗതം ചെയ്യുന്നു പീറ്റർ മാത്യു വല്യത്തിനെ. ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ നമുക്കൊരു ഒരു ഒഫീഷ്യൽ ഇന്റർവ്യൂവിന്റെ ഒരു രൂപത്തിലല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര വർഷമായി NRI കമ്മീഷനിലെ മെമ്പറായിട്ട്? കമ്മീഷൻ മെമ്പറായിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ഓക്കെ. എത്ര വർഷമായിട്ട് കാലാവധി? 3 വർഷമാണ്. 3 വർഷമാണ് കാലാവധി. പ്രധാനമായിട്ട് എന്തോ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നത്, കമ്മീഷനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എത്ര അംഗങ്ങളുണ്ട്? ഞങ്ങൾ 3 അംഗങ്ങളാണ്. 3 അംഗങ്ങളെ ഉള്ളൂ ഈ കമ്മീഷൻ. ചെയർമാനുണ്ട്. ചെയർമാന് ഹൈക്കോടതി ജഡ്ജിയാണ്. ഓക്കെ. അപ്പൊ ഒരു അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ, നിയമപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള സമിതിയാണ്. ജുഡീഷ്യറി ബോഡിയാണ്. ഓക്കെ. അത് കമ്മീഷന്റെ തീരുമാനങ്ങൾ പലപ്പോഴും കീഴ്ക്കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് അതിനെ വെച്ചിരിക്കുന്നത്. ഓക്കെ. ഹൈക്കോടതിയിലെ അതിന്റെ തീരുമാനങ്ങളെ ചലഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലാണ് ഉള്ള അധികാരം കമ്മീഷന് ഉണ്ട്. NRI കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിദേശത്തുള്ള ആളുകളുടെ മാത്രം വിഷയങ്ങളാണോ, അതോ വിദേശത്തുനിന്ന് മടങ്ങി വന്നവരുടെ കൂടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും? അല്ല, പ്രധാനമായിട്ടും മടങ്ങി വന്നവരുടെ വിഷയം തന്നെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. 2 വർഷം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് മടങ്ങി വന്നിട്ടുള്ള മുഴുവൻ പ്രവാസികൾക്കും നിയമപരമായ കാര്യത്തിൽ അവരുടെ വിഷയങ്ങൾക്ക് ഈ കമ്മീഷനിൽ അഭയം തേടാൻ പറ്റും. അപ്പോൾ തന്നെ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കും അവരുടെ പ്രശ്നങ്ങളിൽ, അതുപോലെ അമേരിക്കൻ ഐക്യനാട്ടിലും യൂറോപ്പിലും ഒക്കെയുള്ള OCA അവിടെയുള്ള വിദേശ പൗരന്മാർക്കും അവരുടെ പരാതികൾ നാടുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നാട്ടിൽ അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടോ വീടുമായി ബന്ധപ്പെട്ടോ വസ്തുവുമായി ബന്ധപ്പെട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന തർക്കങ്ങളോ പ്രശ്നങ്ങളോ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേസുകളെല്ലാം ഇടപെടാം. അവരുടെ പ്രോപ്പർട്ടി കൈയേറുന്നു, അവരുടെ പണാഭരണം, അവരുടെ വ്യക്തിപരമായിട്ട് അവർക്കുണ്ടാകുന്ന ഏത് വിഷയവും. അത് സത്യത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വാർത്ത കണ്ടത്, നമ്മളെല്ലാം കണ്ട വാർത്തയാണ്. ഈ കൊച്ചിയിൽ ഒരു പ്രവാസിയുടെ വീട് കുറെ ആളുകൾ ആരാണ്ട് കൈയേറി കുറെ കാലം അവിടെ താമസിക്കുകയാണ്, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. വലിയ തോതിൽ നടക്കുന്നു. ഈ പ്രവാസികളെ പറഞ്ഞാൽ ഇവര് പലപ്പോഴും നാട്ടിലെ കാര്യങ്ങൾക്ക് അത്ര ശ്രദ്ധിക്കാറില്ല. ഇവര് ഈ സ്വത്താണേലും അവരുടെ സമ്പത്താണേലും നാട്ടിലുള്ള അവരുടെ സഹോദരങ്ങളെയോ ബന്ധുമിത്രാദികളൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പലപ്പോഴും ജോലി ചെയ്യുന്നത്. ദീർഘവർഷം ഗൾഫിൽ ജോലി ചെയ്യുന്ന പലർക്കും, അല്ലെങ്കിൽ വിദേശ ജോലി ചെയ്യുന്ന പലർക്കും നാട്ടിലെ പൊതുവായ സംവിധാനങ്ങളെ കുറിച്ച് സാധാരണഗതിയിൽ വലിയ അറിവില്ല. ഇവര് വർഷത്തില് 2 വർഷം കൂടി ഇരിക്കുമ്പോൾ 1 മാസം വന്ന് അവധിക്ക് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, അപ്പം മേൽനോട്ടം നടത്തുന്ന ആളുകളൊക്കെ ഭംഗിയായിട്ട് അവരോട് കാര്യങ്ങൾ അവരെ വിടും. ഇത് കഴിഞ്ഞാണ് അവര് പലപ്പോഴും അറിയുന്നത് ഇവരുടെ സ്വത്ത് അനാഥമായി പോയവരും ഇവരെ സാമ്പത്തികമായി പിന്നോക്കത്തിലായവരും, എന്തിനു പറയുന്നു, സ്വന്തം സഹോദരങ്ങളും സ്വന്തം ഫാമിലി പോലും ഈ പ്രവാസികളെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട് മടങ്ങി വരുന്ന പ്രവാസികൾക്ക് പലപ്പോഴും അവർ പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. വളരെ ദുഃഖകരമാണ്. നിരവധി പരാതികളാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള പരാതികൾ കിട്ടിയാൽ അത് പരിഹരിക്കപ്പെടുന്നുണ്ട്? തീർച്ചയായിട്ടും. നമ്മള് പ്രതിയെ വിളിപ്പിക്കും, വാദി കേൾക്കാനുള്ളത് കേട്ടതിന് ശേഷം പ്രതിയെ വിളിപ്പിക്കും. പ്രതിയെ വിളിപ്പിച്ചതിന് ശേഷം അവരുമായിട്ട് സംസാരിച്ച് മിക്ക കാര്യങ്ങളും ആദ്യത്തെ ഒരു സംഭാഷണത്തിൽ കൂടെ തന്നെ പരിഹരിക്കപ്പെടും. ശരിക്കും ഒരു കോടതിയുടെ സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യുന്നു, അതോ അദാലത്താണല്ലോ. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ നേരിട്ട് കാണുക, കേൾക്കുക, അതിനകത്ത് ന്യായമായ കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് കോടതിയുടെ അധികാരം തന്നെയാണ് ഇതിനുള്ളത്. എന്നാൽ വക്കീലന്മാർ വന്ന് ഇന്ന് വാദിക്കുന്ന രീതിയൊന്നും അവിടെ ഇല്ല. വക്കീലിനെ കൊണ്ടുവരാം, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ
വക്കീല് അവിടെ പ്രസക്തമല്ല. പിന്നെ ഫീസില്ല. അതിപ്പോ ഇടതുപക്ഷ സർക്കാരാണ് ഈ ഗവൺമെന്റ്, അത് നമുക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. പ്രവാസികളുടെ ഈ പിന്നോക്കാവസ്ഥയും ഇവരുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നല്ല നിലയിൽ ഗവൺമെന്റ് പഠിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് താല്പര്യപ്പെടുകയും അത് കൃത്യമായിട്ട് സർക്കാരിന്റെ ഒരു വലിയ ഇടപെടലിലാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഞങ്ങളുടെ ഈ കമ്മീഷൻ വകുപ്പ് പോലും നിലനിർത്തിയിരിക്കുന്നത്. പ്രവാസികൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള പലവിധമായ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, പലരുടെയും വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പല തർക്കങ്ങളും അല്ലെങ്കിൽ ദീർഘനാളുകളായിട്ട് ആരും ഉത്തരവാദിത്വമില്ലാതെ അന്യാധീനപ്പെട്ടൊക്കെ പോയിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ പലരും ഞാനൊക്കെ നടത്തുന്ന വിദേശ യാത്രകൾക്കിടയിൽ പലരും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നിങ്ങൾക്ക് പരാതി കൊടുക്കുവാൻ ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതും പണച്ചെലവില്ലാതെ ആ വിഷയങ്ങളിൽ ഇടപെടുവാൻ ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷന് വലിയ അധികാരങ്ങളുണ്ട്. അവർക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പ്രിയ സഹോദരൻ പീറ്റർ മാത്യു വല്യത്ത് ആ കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് അവസാനം ചേർക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കോൺടാക്ട് ചെയ്യുവാനൊക്കെ സാധിക്കും. ഇനി തിരിച്ചു വന്നാൽ, താങ്കൾ ഒരു ഇടതുപക്ഷ സഹയാത്രി എന്ന് പറയാനൊക്കത്തില്ല, താങ്കൾ ഇടതുപക്ഷത്തിന്റെ ഒരാളാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ്. സത്യത്തിൽ പെന്തക്കോസ്ത് വിശ്വാസിയായ താങ്കൾ സഭയുടെ കൗൺസിലും ഒക്കെ ഉള്ള ഒരാൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അംഗമായിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു 10-25 വർഷം മുമ്പ് നമുക്കത് ചിന്തിക്കുവാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. ഈ എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റും? അത് രണ്ടും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസം എനിക്കത് ഫീൽ ചെയ്യുന്നേ ഇല്ല. പുറമേ നിന്ന് നോക്കുന്ന ആളുകൾ ഈ ആക്ഷേപം പലരും എന്നോട് ചോദിക്കുക. അതായത് ഞാൻ ഒരു കാര്യം കൂടെ തെളിച്ചു പറയാം. ഈ കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയ ബോധം കോൺഗ്രസ്സുകാരുടെ ഒരു ബോധമായിരുന്നു, അല്ലെ കോൺഗ്രസിനോട് അനുഭാവവും അതിനോട് ചേർന്ന് നിൽക്കുക വലതുപക്ഷ ചിന്തയാണ് പൊതുവിൽ പെന്തക്കോസ്തുകാർക്ക് ഉണ്ടായിരുന്നത്. സമീപകാലത്താണ് വലിയ മാറ്റം ഉണ്ടായി. അത് വേറെ വ്യത്യസ്തമായ ഒരു വിഷയമാണ്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ പോലും പെന്തക്കോസ്ത് സമൂഹത്തിൽ ഇപ്പൊ ധാരാളം ആളുകൾ പാർട്ടി അംഗങ്ങളുണ്ട്, പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്, അനുഭാവികളുണ്ട്. അങ്ങനെ പെന്തക്കോസ്ത് സമൂഹത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെ ഇടതുപക്ഷത്തിന്റെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് പോലും കാണത്തക്ക നിലയിൽ ഒരു ഇടതുപക്ഷവൽക്കരണം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ താങ്കൾക്ക് അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റും? ഞാൻ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഒരു ഏകദേശം 25 വർഷത്തോളമായി. സജീവ പാർട്ടി പ്രവർത്തനം. താങ്കളുടെ കുടുംബവും ഒരു കോൺഗ്രസ് കുടുംബമാണ്. പിതാവിന്റെ ഒരു ചെറിയ ഒരു പ്രതിപക്ഷ പശ്ചാത്തലം ഉണ്ടായിരുന്നു നേരത്തെ. പിന്നീട് അതങ്ങ് പിന്നെ അദ്ദേഹം ദൈവിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഷുഗർ ഫാക്ടറിയിലായിരുന്നു. അന്ന് ഇടതുപക്ഷ യൂണിയൻ നേതാവ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം വിശ്വാസത്തിലോട്ട് പെന്തക്കോസ്ത് വിശ്വാസിയായ ശേഷം മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറി, അങ്ങനെ പോയി. എന്നാൽ ഞാൻ ഗൾഫിൽ ആയിരുന്നല്ലോ, വർഷങ്ങൾ ഗൾഫിൽ ജോലി ചെയ്തു. ഗൾഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് ആക്റ്റീവായി ഞാൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായത്. പ്രവാസികളുടെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉള്ള എൻ്റെ ഇടപെടലിൽ കൂടെയാണ് ഞാൻ വാസ്തവത്തിൽ പാർട്ടിയുടെ മുഖ്യധാരയിലെത്തുന്നത്. കാര്യം ഞാൻ നാട്ടിൽ വന്നിട്ടും പ്രവാസികളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് വേറെ ഒരു പാർട്ടിയിലും ഇല്ല. അപ്പം അത് വെച്ച് നോക്കിയപ്പം സമസ്ത മേഖലകളിലും പാർട്ടി ഇടപെടുന്നുണ്ട്. CPM-ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഏതാണ്? അതിനിയും കർഷക തൊഴിലാളികളായിക്കോട്ടെ, തൊഴിലാളികളായിക്കോട്ടെ, ഇനി പ്രവാസികളായിക്കോട്ടെ, വഴിയോര കച്ചവടക്കാരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഒരുപാട് ഇടപെടുന്ന ഒരു പാർട്ടിയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ടിയിൽ നമ്മൾ കൂടുതൽ സജീവമാകാനുള്ള ഒരു സാഹചര്യം ഈ പ്രവാസി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ സജീവമാകുന്നത്. ഇടതുപക്ഷ ആശയങ്ങള് നമ്മളിൽ ഉണ്ടെങ്കിൽ പോലും പാർട്ടികളിലേക്ക് സജീവമായത് പ്രവാസി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് പുറമേ നിന്ന് നോക്കുന്ന ആളുകൾ അന്നൊക്കെ നല്ല വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മുഴുവൻ കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് തിരുവല്ലയും സറൗണ്ടിങ് എല്ലാം കോൺഗ്രസ്സുകാരുടെ കോട്ടയാണ്. ഇവരെല്ലാം നമ്മളെ മറ്റൊരു തരത്തിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പുറമേ നിന്ന് കാണുന്നവർ, പക്ഷെ ഇതിനുള്ളിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ പാർട്ടി എത്രമാത്രം സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നിരിക്കുന്നതും
പാർട്ടി ഒരിക്കലും ഒരു സമുദായ പ്രവർത്തനങ്ങൾക്കോ സഭയിൽ പോകുന്നതിനോ പള്ളിയിൽ പോകുന്നതിനോ എതിരല്ല. പള്ളിയിൽ പോകുന്നൊരു പള്ളിയിൽ പോട്ടെ. പക്ഷെ പാർട്ടിക്ക് ആശയപരമായ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പാലിക്കും. ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാകുക, പാർട്ടിക്കാരനാകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ ജീവിക്കുന്നതെന്നല്ലേ ജീവിക്കാൻ പോലും പറ്റില്ല. ഒത്തിരി നിബന്ധനകളുണ്ട്. മദ്യപിക്കാൻ പാടില്ല, പൊതുരംഗത്ത് ഇടപെടുന്ന രീതിക്ക് പക്വത ഉണ്ടാകണം, അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല. ഇങ്ങനെ കുറേ നിഷ്ഠയും ഇതിനകത്തുണ്ട്. അത് ഒരുമാതിരി ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യമാണ്. ഒരു വിശ്വാസിക്ക്, ഒരു നല്ല വിശ്വാസിക്ക് ഒരു കുഴപ്പമില്ല ഈ പാർട്ടിയിൽ പോയാലും കാര്യം. നമ്മൾ മദ്യപിക്കാറില്ല, നമ്മൾ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത ആളെന്നുള്ള നിലയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇപ്പം ധാരാളം ആളുകൾ, ഇന്ന് ആദ്യകാലങ്ങളിൽ നമ്മളോടുള്ള മനോഭാവമൊക്കെ മാറി, നാട്ടിലാണെങ്കിലും എല്ലാം അവർക്ക് സന്തോഷം. എന്നാൽ ഇവരുടെയൊക്കെ കാര്യങ്ങളിൽ ഓടിയെത്തുന്ന നമ്മൾ ഒരു വിഷയമുണ്ടായാലും, ഇപ്പൊ സഭാപരമായ കാര്യങ്ങളിലാണെങ്കിലും ഒട്ടേറെ പ്രശ്നങ്ങൾ എനിക്ക് ആ കാര്യത്തില് പിന്നെ ഇടതുപക്ഷത്തോടുള്ള ഒരു താല്പര്യം, ഞാൻ എൻ്റെ ഒരു മാധ്യമ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ഹാലിയ എന്ന പേരിൽ ഈ പത്രം നടത്തുന്നത് കൊണ്ട് ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട്, അല്ലെ പെന്തക്കോസ്ത് സഭകളുമൊക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായ നിരവധി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിട്ടുള്ളത് ഇടതുപക്ഷമാണ്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സജീവമായ ഇടപെടലുകൾ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതേസമയം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഓടി വരുമെന്നുള്ളതൊക്കെ കറക്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ല. ഉണ്ടായാൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്ന ഒരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പൊ അത് സാർ പറഞ്ഞത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും പലവിധമായ വിമർശനങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാകാം. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾ സഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ പൊതുവിൽ അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് ഈ പെന്തക്കോസ്ത് സമൂഹം എത്തിച്ചേർന്നത് തന്നെ ഈ സമീപകാലത്താണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വോട്ട് ബാങ്ക് പോലെ പെന്തക്കോസ്ത് സമൂഹത്തെ പാർട്ടി കണക്കാക്കുന്ന പല മേഖലകളുണ്ട്. ഒരു പരിധി വരെ അത് കറക്റ്റുമാണ്. എന്നാൽ അങ്ങനെ ആ ഒരു വോട്ട് ബാങ്ക് ആയതിന്റെ ഗുണമൊന്നും പാർട്ടിയിലൊന്നും എന്ത് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ ചെറിയ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ആവശ്യങ്ങളേ ഉള്ള ഒരു ശവക്കോട്ടയുടെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഉപദേശിന്ന് പരസ്യം നടത്തുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ശല്യം ഉണ്ടാക്കിയതോ, ഇങ്ങനെയൊക്കെയുള്ള കേസുകളെ സാധാരണഗതിയിൽ പെന്തക്കോസ്തുകാരുമായിട്ട് വരാറുള്ളൂ. അങ്ങനെ വിഷയങ്ങളിലൊക്കെ പാർട്ടി ഇടപെടാറുണ്ട്. അതേസമയം പാർട്ടിയിൽ നിന്ന് ഈ അർഹമായ സ്ഥാനമാനങ്ങൾ വീതം വെക്കുമ്പോൾ ഒന്നും പെന്തക്കോസ്തുകാരെ ഒന്നും പരിഗണിച്ചു കണ്ടിട്ടില്ല. വളരെ അപൂർവമായിട്ട്, താങ്കളെ പോലെ വളരെ അപൂർവം ആളുകൾ, വിരലിലുണ്ടാവുന്നവർക്ക് മാത്രമേ ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ എവിടെയെങ്കിലും ഒരു ബോർഡിൽ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ചെയർമാൻ സ്ഥാനത്തൊന്നും ആരും ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകർ വളരെ കുറവാണ്. അതിൽ തന്നെ ഇടതുപക്ഷത്ത് വളരെ കുറവാണ്. അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ വളരെ കഴിവുള്ള ധാരാളം ആളുകളുണ്ട്. അവരിൽ ആരെയും എന്ത് ചെയ്യുന്നില്ല, പാർട്ടി പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി പൊതുവിലുണ്ട്. ശരിയല്ലേ? അല്ല, അത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ ഈ പാർട്ടിയുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ സാമുദായ അടിസ്ഥാനത്തിലല്ല അവിടെ വീതം വെക്കുന്നത്. അത് കഴിവുള്ളവര്, മുമ്പോട്ട് വരുന്നവരെ, നമ്മൾ നിർഭാഗ്യവശാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ ഫ്രണ്ട് ലൈനിൽ വന്നിട്ടുള്ളൂ. അപ്പം അതിന്റെ ഒരു ഇപ്പം ഞാൻ തുറന്നു പറയും, ഇപ്പൊ ഘടകകക്ഷികൾ അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട ഓരോ പൊളിറ്റിക്കൽ പാർട്ടികൾക്കാണല്ലോ ഇത്തരം പദവികളെ കൊടുക്കുമ്പോൾ അവരാരും ഉടനെ അതിനകത്ത് കിട്ടുന്നതിൽ ഒരു പദവി കൊണ്ട് ഒരു പെന്തക്കോസ്തുകാരനായ ആരെങ്കിലും വിളിച്ചു കൊടുക്കാൻ അവർ രംഗത്തില്ല. അവരുടെ കൂട്ടത്തിൽ പ്രവർത്തനത്തിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾക്കാണ് അവർ കൊടുക്കുന്നത്. അത് മുഖ്യ പാർട്ടി എന്നുള്ള നിലയിൽ CPM തന്നെ ചെയ്യുന്നത്. ഇതിൽ ഒരു പദവി ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ അയാൾ എലിജിബിൾ. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് NRI കമ്മീഷൻ മെമ്പറായത്? ഞാൻ കഴിഞ്ഞ 22-23 വർഷമായിട്ട്, 4 നൂറ്റാണ്ടോട് അടുത്തായിട്ട് ഞാൻ പ്രവാസി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. സജീവമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അപ്പൊ എനിക്ക് ഒരു ആ പദവി തരാൻ ഞാൻ ഈ സമുദായപ്പെട്ട ആളാണെന്നുള്ളതിലുപരി ആ പദവിയിൽ വരാൻ ഞാൻ യോഗ്യനായതുകൊണ്ട് എന്നെ ആക്കി. ഞാൻ ലോകകേരള സഭ അംഗമാണ്. ആ പദവിയിൽ എന്നെ ഗവൺമെന്റ്, എന്റെ പേര് പാർട്ടിയും ഗവൺമെന്റ് നിശ്ചയിച്ച് എന്നെ ആക്കി. അപ്പൊ ഈ പദവിയിലൊക്കെ നമുക്കൊരു പ്രാധാന്യം നൽകിയത് പെന്തക്കോസ്തുകാരനാന്നുള്ള ലേബലിലല്ല, മറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ പ്രവർത്തനങ്ങൾ കണക്കാക്കി. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക പദവികളൊക്കെ എണ്ണം നോക്കുമ്പോൾ ഇന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ കൊടുത്തു, മറ്റവർക്ക് കുറച്ച് കിട്ടി. ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകാവുന്ന ചർച്ചകൾ എന്നുള്ളത് കൊണ്ട് അതിനപ്പുറത്ത്
അതിലൊന്നും പ്രസക്തിയില്ല. കഴിവുള്ളവരെ പാർട്ടി അംഗീകരിക്കും, സർക്കാർ അംഗീകരിക്കും, അവരെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല ഏൽപ്പിക്കും. ഇതാണ് വസ്തുത. ഓക്കെ. ഇനി ഈ പെന്തക്കോസ്ത് സമൂഹം ഒരു വോട്ട് ബാങ്ക് എന്നുള്ള നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിലേക്ക് വരികയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ ഈ പ്രത്യേകിച്ച് ഈ തെക്കൻ ഭാഗങ്ങളിൽ എറണാകുളം തൊട്ട് ഇങ്ങോട്ടോ അല്ലെങ്കിൽ തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ടോ ഒക്കെ എടുത്താൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നിർണായകമായ ഒരു വോട്ട് പെന്തക്കോസ്ത് സമൂഹത്തിനുണ്ട്. പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ ഞാൻ വിശാലമായ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് ട്രഡീഷണൽ പെന്തക്കോസ്ത് സഭകളുണ്ട്, IPC ചർച്ച് ബോർഡ്, AG ഷാരോൺ എന്നൊക്കെ പറയുന്ന പോലുള്ള സഭകൾ. അതുകൂടാതെ ഈ ന്യൂ ജനറേഷൻ സഭകൾ ധാരാളം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു വലിയ സംഖ്യ ആളുകൾ, വോട്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനൊരു കോർഡിനേഷൻ ഇല്ല, ഇവരൊന്നിച്ച് നിൽക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും വലിയൊരു വിഭാഗമുണ്ട്, നിർണായകമായ ഒരു ശക്തിയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്നത് വ്യാപകമായ നിലയിൽ പെന്തക്കോസ്തിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളതുകൊണ്ട്. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അല്ലാതെ സത്യമാണ്. എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം നിർണായകമായ സ്വാധീനമുണ്ട്. അത് കുറഞ്ഞ പക്ഷെ ഒരു 100-ൽ താഴെ ഒരു 80-60 മണ്ഡലങ്ങളിലെങ്കിലും എന്തുണ്ട്, ഒരു 5000 വോട്ടിന്റെ എങ്കിലും അധികം, 5000 വോട്ടിലധികം ഒരു 30,000-35,000 വരെ വോട്ട് ഉള്ള മണ്ഡലങ്ങളുണ്ട്. ഉണ്ട്, വസ്തുതയാണ്. പാർട്ടിക്കകത്തിൽ ബോധ്യതയുണ്ട്. കാര്യം ഏത് പാർട്ടിയെക്കാട്ടിലും ഇക്കാര്യത്തിൽ ബോധ്യതയുള്ളത് CPM. CPM പാർട്ടിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കേഡർ പാർട്ടിയാണ്. ഗ്രാസ് റൂട്ടിലായാലും ബ്രാഞ്ച് തലം മുതലല്ല, അത് മേൽത്തട്ടിലുള്ള വർക്കല്ല. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ, ബ്രാഞ്ച് തലത്തിൽ വരെയാണ് പ്രവർത്തനമാണ്. ഒരു പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ ബ്രാഞ്ച് അംഗങ്ങൾക്ക് അവിടുത്തെ ആരൊക്കെ ഏതൊക്കെ എവിടെയൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഏത് സമുദായത്തിൽപ്പെട്ടവരാണ്, ഏത് സമൂഹത്തിൽ കൂടുന്നവരാണെന്നൊക്കെ അറിയാം. അത് കൃത്യമായി മേളിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ചോദിക്കുന്ന പോലെ നിയമസഭാ സീറ്റ് എന്നൊക്കെ ഉള്ള അത് മുമ്പേ പറഞ്ഞ ക്രൈറ്റീരിയ അവിടെ വരുന്നത്. ഈ ആളുകൾ ഉണ്ടെന്ന് പറയുകയും ഇവരാരും മെയിൻ സ്ട്രീമിൽ വരാതെയും പൊതുരംഗത്ത് വരാതിരിക്കുകയും ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവർ പെന്തക്കോസ്തുകാരുടെ പൊതുവായ രീതി എന്ന് പറഞ്ഞാൽ അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, മൈക്ക് സ്റ്റേഷൻ വേണം, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനും വേണം, അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡി ഡൗൺ, ഇതിൽ കൂടുതൽ ഒരു കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, പ്രത്യേകിച്ച് സ്കൂളോ കോളേജോ സ്ഥാപനങ്ങളില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത പല വിഷയങ്ങളുണ്ട്. ഇപ്പം ക്രൈസ്തവ വിഭാഗത്തിന്റെ ഈ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയിലെ ഈ പ്രബല വിഭാഗം എന്ന് പറഞ്ഞാൽ ഇതര ക്രൈസ്തവ വിഭാഗത്തിൽ വന്ന ആളുകളാണ്. കാത്തലിക്സ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്ന ഓർത്തഡോക്സ് മാർത്തോമാ സഭയിൽ നിന്നാണ് പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയിലോട് കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത്. കാത്തലിക്സിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തിൽ നിന്ന് വന്ന ആളുകളാണ് കൂടുതലെങ്കിലും അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റും സ്ഥാപനങ്ങളും സംഗതികളുമായിട്ട് പോകുന്ന അവർക്ക് അങ്ങനെ പോയ ശോഷണമൊന്നും അവരെ ബാധിച്ചതായിട്ട് ഒരു പക്ഷെങ്കിൽ തോന്നുന്നില്ല. അപ്പോഴും രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ അവരുടെ പ്രവർത്തകരാണ് ഉള്ളത്. അവരുടെ പ്രവർത്തകരുണ്ട്, അവർക്ക് സ്ഥാനമാനങ്ങളുണ്ട്, MLA-മാരുണ്ട്, അവർക്ക് ചോദിച്ചു വാങ്ങാൻ അതിനൊരു സംവിധാനം. സമയം അവിടുന്ന് ഒരു നല്ല പങ്ക് ആളുകൾ പെന്തക്കോസ്തിലോട്ട് വന്ന് ഇവിടെ പെന്തക്കോസ്ത് ഇവിടുത്തെ ഏറ്റവും ചെറിയൊരു കണക്ക് പറയാം. ഇവിടുത്തെ മാർത്തോമ സഭ, ഈ മാർത്തോമ സഭയുടെ അംഗസംഖ്യ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എന്റെ ബലമായ ചിന്ത അത് 5 ലക്ഷത്തിൽ താഴെയാണ്. 4 ലക്ഷത്തിൽ ചിലവാനൊന്നും കേൾക്കുന്നു. 5 ലക്ഷത്തിൽ താഴെ അല്ലെങ്കിൽ 4 ലക്ഷം. ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകളുടെ അംഗസംഖ്യ എന്ന് പറഞ്ഞ ഒരു 20 ലക്ഷത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ട്. ഈ എല്ലാ വിഭാഗങ്ങളുടെ കൂടി കുടുംബം ഉണ്ട്. പക്ഷേ മാർത്തോമ സഭയ്ക്ക് MLA ഉണ്ടാകുന്നു, മന്ത്രി ഉണ്ടാകുന്നു, ബോർഡുകളിൽ ആളുകൾ വരുന്നു. മാർത്തോമ സഭയ്ക്ക് ഇത് ഏത് സംവിധാനം വന്നാലും, ഏത് പാർട്ടി വന്നാലും, ഏത് മുന്നണി വന്നാലും അതിനകത്ത് അവസരങ്ങൾ ലഭിക്കുന്നു. അതേസമയം പെന്തക്കോസ്ത് സഭകൾക്കോ ഈ ന്യൂ ജനറേഷൻ സഭകൾക്കോ പോലും എന്ത് ചെയ്യുന്നില്ല, ആ നിലയിൽ ഒരു അംഗീകാരം ലഭിക്കുന്നില്ല. അത് സാർ പറഞ്ഞത് അതിന്റെ ഒരു വാസ്തവമായ കാര്യമാണ്. അതായത് ഈ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ മുഖ്യ അജണ്ട അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭൗതിക കാര്യങ്ങളിൽ കാര്യമായിട്ട് ഇടപെടാതെ രാഷ്ട്രീയത്തിലൊന്നും നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ സമൂഹത്തിന് ക്രിയാത്മകമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊന്നും ഇടപെടാനുള്ള ഒരു സ്പേസ് സത്യത്തിൽ സഭ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മുഖ്യധാരയിൽ നമ്മുടെ ആളുകൾ എത്തിയിട്ടില്ല, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ എത്താത്തതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഒരു ആത്മീയ ജീവിതം, മാന്യമായ ഒരു ജീവിതം നയിച്ച് വലിയ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ
മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യത്തോടു കൂടെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് ആളുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഈ പെന്തക്കോസ്തിലേക്ക് കണ്ടമാനം ആളുകൾ എത്തിച്ചേരുന്നു, പുതുതായിട്ട് വരുന്നു എന്നുള്ള ഒരു പൊതു ചിന്ത ഇപ്പോൾ ഉണ്ട്. അതായത് ഇപ്പൊ സാറ് പറഞ്ഞു മറ്റ് ക്രിസ്തീയ സഭകളിൽ നിന്നാണ് എത്തിയത്, അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളിൽ നിന്നും പെന്തക്കോസ്തിലേക്ക് ആളുകൾ വരുന്നു. ഈ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട്, അറിയാൻ സാധ്യതയുണ്ട്. എന്താ സംഭവിക്കുന്നത്? ഈ പൊതുരംഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതര സമുദായത്തിൽ നിന്ന് ഈ പറയുന്ന പോലെ ഇപ്പൊ ആളുകൾ, അതായത് മറ്റ് മതങ്ങളിൽ നിന്ന്, അത് ഒരു തെറ്റായ ഒരു ചിന്തയാ. ഇവിടെ മാർത്തോമാ ശ്ലീഹ ആദ്യം ശിഷ്യൻ വന്ന ചരിത്രം മുതൽ ക്രിസ്ത്യാനിറ്റി കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടല്ലോ. അതെ, ആദിമകാലങ്ങളിൽ ഈ വിശ്വാസത്തിലേക്ക് വന്നതിനകത്ത് എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നായർ കമ്മ്യൂണിറ്റി മുതൽ ഉയർന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികൾ വന്നത്. പിന്നെ തൊട്ട് താഴെയുള്ള സിനിപ് വിഭാഗമോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോ തൊട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അന്ന് ധാരാളമായ ആളുകൾ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിട്ടുണ്ട്. അതായത് AD 52 തൊട്ട് ശക്തമായി ആളുകൾ വന്നിട്ടുള്ളവരാണ്. അത് സഭാചരിത്രം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതെ. അപ്പം ഇവര് വന്നു, അവരുടെ വംശാവലിയിൽ വന്ന് അങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി ഉണ്ടായത്. ഇതിനകത്തു നിന്നാണ് പെന്തക്കോസ്തിലേക്ക് ആളുകൾ ഒഴിയത്. കാര്യം നവീകരണത്തിന്റെ ആ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. മർത്തോമാ സഭയിൽ വന്നു, മർത്തോമാ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് വന്നു, അവിടുന്ന് അങ്ങനെ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയതാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത്. അതിപ്പോഴും അവിടുന്ന് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ മിഷണറിമാരുടെ വരവോടുകൂടിയാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ആളുകൾ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ വരാതിരിക്കുന്നത്. അവരെന്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ ഇവരെ ഈ മുഖ്യധാരാ സമുദായങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇവിടുത്തെ ഉയർന്ന തലത്തിലുള്ള അല്ലെങ്കിൽ കാത്തലിക്സ് മുതൽ ഈ സഭാവിഭാഗത്തിനകത്ത് ഇവരെ ഉൾക്കൊള്ളാതെ വന്നപ്പോൾ അവിടെ ജാതികമായിട്ടുള്ള ചില വേർകൃത്യമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ക്രിസ്തീയ സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറയിലുള്ള പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മാസായിട്ട് ഈ ഭാഗത്തിൽപ്പെട്ട ആളുകളും സഭയിലോട്ട് കയറി. അതാണ് ഈ പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റിനകത്തെ ആളെന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം അങ്ങയോട് ചോദിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ, ശ്രദ്ധിച്ചു കേൾക്കണം, 25 വർഷത്തിനുള്ളിൽ ഈ ബദിരദാനപുരി, തിരുവല്ല ചുറ്റളവിലുള്ള അങ്ങയുടെ പ്രവർത്തന മേഖലയിൽപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലും മുന്നോക്ക വിഭാഗത്തിൽ നിന്ന്, അത് നായർ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, മുന്നോക്ക വിഭാഗത്തിൽ നിന്ന് പെന്തക്കോസ്റ്റ് ഇവാഞ്ചലിക്കൽ മൂവ്മെന്റിൽ വന്നിട്ടുള്ള 10 പേരുടെ പേര് പറയാം. 10 പേരുടെ പേര് പറയുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ചുരുക്കം ചിലരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പ്രത്യേകിച്ച് ഈ ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് വന്നവർ വളരെ കുറവാണ്. എന്നാൽ എൻ്റെ ചില സ്നേഹിതരുണ്ട്, യാഥാർത്ഥ്യമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹിന്ദു വിഭാഗത്തിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് വന്നതിൽ ഈ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ വളരെ കുറച്ച് ആളുകൾ വന്നു. ഈഴവർ കുറേ അധികം ആളുകൾ, ഈഴവ സമൂഹത്തിൽ നിന്ന് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അത് ഈ ക്രൈസ്തവ സഭകളിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകളിൽ ഈഴവ സമുദായം, അത് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ആ പിന്നോക്ക വിഭാഗം പറഞ്ഞത് SNP മുതൽ പുറകോട്ടുള്ള അല്ലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ അർഹമായ പ്രാതിനിധ്യത്തിൽ അവരെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് അവരുടെ വരവിന്റെ ഒരു സത്യത്തിൽ. അങ്ങനെ ഒരു മാസ് കൺവേർഷൻ ഒന്നും എന്തുണ്ടായിട്ടില്ല ഈ കേരളത്തിലുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മുന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ 25 പേരുടെ പേര് 25 വർഷം കൊണ്ട് കപ്പിയെടുക്കാൻ നോക്കി 10 പേരുടെ പേര് അങ്ങോട്ട് അങ്ങേക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ മറിച്ചുള്ള പ്രൊപ്പഗൻഡകൾ എന്ന് പറയുന്നത് എല്ലാം ഫേക്ക് ആണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടി. ഞാൻ സങ്കുട്ടിയോട് പറയാമല്ലോ, ഞാൻ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന ആളാണ്. കമ്മീഷൻ മെമ്പർ എന്നുള്ള നിലയിൽ സംഘടനാ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൽ അധികവും മറ്റേ മുസ്ലിം സുഹൃത്തുക്കളാണ്. മലബാറിലെല്ലാം ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ SNDP വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളാരുണ്ട്, NSS, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ സംഘടനാപരമായിട്ടും പാർട്ടിപരമായിട്ടെല്ലാം ഉണ്ട്. ഞാൻ ഇവരുമായിട്ടൊക്കെ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംഭാഷണം ചെയ്യുമ്പോൾ അവരൊക്കെ നമ്മൾ എടുത്തു പറയാം, നിങ്ങളുടെ ഒരാൾ ഞങ്ങളുടെ അവിടെ ഉണ്ട്, അല്ലെ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ. വളരെ റെയറായിട്ട് അവരെടുത്ത് കാണിക്കുന്നു, വളരെ റെയറായിട്ട്. ഒരു 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 എന്ന് പറഞ്ഞാൽ അതുപോലെ ഐഡന്റിഫൈ ചെയ്യത്തക്ക പോലെ ആളുകളെ ഉള്ളു ഈ പറഞ്ഞ പല ദിക്കുകളിലും. ഈ മൂവ്മെന്റിൽപ്പെട്ട ആളുകൾ ജോലിക്ക് പോയി താമസിക്കുന്നവരോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ച് താമസിക്കുന്നവരോ അങ്ങനെയുള്ള ആളുകളാണ് ഈ ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റിൽപ്പെട്ട കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ളത്.
മധ്യ താങ്കൂറിലെ കാര്യം ഞാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു. അത് ഇതര ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വന്ന് പെന്തക്കോസ്ത് വിഭാഗത്തിൽ വന്നവരാണ്. മറിച്ച് പറയുന്നത് യാതൊരു തരത്തിലും അടിസ്ഥാനപരമായി യാതൊരു സത്യമുള്ള കാര്യമല്ല, വെറും പ്രപ്പഗൻഡ എന്ന് മാത്രമേ നമ്മുടെ നിരീക്ഷണത്തിൽ, നമ്മുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലാകും. മറിച്ച് ഉള്ള നിരീക്ഷണത്തെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. ഓക്കെ, നമുക്ക് തിരിച്ച് ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്നും കൂടെ പോകേണ്ടതുണ്ട്. ഈ പ്രവാസികളുടെ വിഷയങ്ങളിൽ NRI കമ്മീഷൻ ശക്തമായി ഇടപെടുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആ കാര്യങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുള്ള ആളെന്നുള്ള നിലയിൽ നമ്മുടെ ആളുകളോട്, പ്രവാസികളോട് സാറിന് പറയാനുള്ളത്? പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ, അത് നിങ്ങളുടെ സമ്പത്പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഏത് വിഷയം, ഈവൻ വിദേശ രാജ്യങ്ങളിൽ തന്നെയാണെങ്കിലും നിരവധി ആളുകൾക്ക് ശമ്പളം കിട്ടാറുണ്ട്, കളിപ്പിച്ചു പോകുന്നവരുണ്ട്. അത് മലയാളികളായിട്ടുള്ള മുതലാളിമാരാണ് അധികവും ഈ ഇത്തരം കളിപ്പേരുകൾ ചെയ്യുന്ന നമ്മുടെ ആളുകളുണ്ട്. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് അവർ നാട്ടിലാണെങ്കിലും അവരെ ബന്ധപ്പെടാനും അതിനുള്ള സംവിധാനമുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ സംഘടനയുടെ പ്രവർത്തനക്കാരുണ്ട്. അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകർ അവരുടെ ഒരു നല്ല പങ്ക് സമയം പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനം വേണ്ടി അവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അവിടെ മരണപ്പെടുന്നവരുടെ ബോഡി കയറ്റിവിടൽ, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ആളുകളുണ്ട്. അപ്പം മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടായാൽ പോലും നമ്മളൊക്കെ വരുന്ന കേസുകളിൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പം വിദേശ GCC കൺട്രീസിൽ നിന്നൊരു ഇഷ്യൂ ഉണ്ടായാൽ അവിടുത്തെ നമ്മുടെ ആളുകളുമായിട്ട് ബന്ധപ്പെടും. സംഘടനാ നേതാക്കന്മാരുമായിട്ട് പോലും അവരുടെ സഹായം പോലും നമ്മൾ തേടുന്നുണ്ട്. അന്നേരമാണ് പലപ്പോഴും നമ്മുടെ ആളുകൾ അറിയുന്ന ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നും അവർ പോയി ഉടൻ തന്നെ പോയി ആളുകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കും. നോർക്കയുടെ കീഴിലുള്ള വക്കീലന്മാരോടുണ്ട്, ഗവൺമെന്റ് വക്കീലന്മാരെ നിയമിച്ചിട്ടുണ്ട് നിയമസഹായത്തിനായി. ഒത്തിരി കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ കേരള ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് പെൻഷൻ, ഞങ്ങൾക്ക് നല്ല പെൻഷൻ 3000 രൂപ സാധാരണക്കാരൻ, ഞാൻ പെൻഷൻ വഹിക്കുന്ന ഒരാളാണ്, സർക്കാർ തരുന്നുണ്ട്. അതായത് പ്രവാസി ആയിരുന്ന ഒരാൾ നാട്ടിൽ വന്ന് പാർക്കുമ്പോൾ ആ വ്യക്തിക്ക് കേരള സർക്കാർ പെൻഷൻ കൊടുക്കുന്നു. ഒരു തുച്ഛമായ തുക 5 വർഷം വരെ അടക്കണം എന്നുള്ളൂ. 5 വർഷം 3000 രൂപയാണോ? 3000 രൂപയാണ് മിനിമം പെൻഷൻ. 100 രൂപ വെച്ച് 5 വർഷം അടച്ച ഒരാൾക്ക് കിട്ടുന്ന 3000 രൂപയാണ് കൃത്യമായി പെൻഷൻ കൊടുക്കുന്നു. ഇതെല്ലാം ജനത്തെ പിടിച്ചു നിർത്താനും, അത് ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് സേവന വ്യവസ്ഥയിൽ സർക്കാർ പെൻഷൻ വാങ്ങിക്കാത്തവരാരും കേരളത്തിലില്ല. അത് സർക്കാരിന്റെ ഒരു നയം. പ്രവാസികളോട് അവരുടെ ജീവിതകാലം അധ്വാനിച്ചു എടുത്തു, അതിനുശേഷം മടങ്ങി വരുമ്പോൾ അവർക്കൊരു വ്യവസായം തുടങ്ങുക, അല്ലെങ്കിൽ അവർക്കൊരു വ്യാപാര സ്ഥാപനം ആരംഭിക്കുക, ഒരു സ്ഥാപനം തുടങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ? സപ്പോർട്ടുണ്ടോ? ഉണ്ട്. അത് നോർക്ക ചെയ്യുന്നുണ്ട്. ND പ്രേം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ND പ്രേം, അത് നമുക്ക് ഈ മറ്റേ നമ്മുടെ നോർക്കയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു ND പ്രേം എന്ന് പറഞ്ഞൊരു സബ് ടൈറ്റിൽ കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അവിടെ ഈ സഹായം ചെയ്യുന്നതിനെ കുറിച്ചാണ്. ബിസിനസ് തുടങ്ങുന്നതിന് ജെന്യുവിൻ കേസ് ആയിരിക്കണം. കാര്യം ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എത്ര ലക്ഷം രൂപ വേണേലും കിട്ടും. ഇതിനകത്ത് സബ്സിഡി ഉണ്ട്. പ്രാക്ടിക്കലി നമ്മൾ ഈ എടുക്കുന്ന പൈസ തിരിച്ചടച്ചാൽ ഇൻട്രസ്റ്റ് പോലും സബ്സിഡിക്കകത്തങ്ങ് മാറും. അങ്ങനെ കുറെ കാര്യങ്ങൾ. അവിടെ വൈദ്യസഹായമുണ്ട്. മരിച്ചു പോകുന്ന, ഗൾഫിൽ കിടന്ന് മരിക്കുന്നവർക്ക് നാട്ടിലെത്തിക്കഴിയുമ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അവരുടെ ഡെഡ് ബോഡി വന്നു കഴിയുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഒരു സ്വാതന്ത്ര്യ സഹായമായിട്ട് 1 ലക്ഷം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിമിതിയൊക്കെ അറിയാമല്ലോ. കേരള ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പരിമിതികൾ കാത്തൊക്കെ നിന്നുകൊണ്ട് തന്നെ സർക്കാർ പരമാവധി പ്രവാസികളുടെ വെൽഫെയറിന് വേണ്ടി നിലകൊള്ളുന്നതാണ് ഗവൺമെന്റിന്റെ നയം. അതാണ്. ഓക്കെ, താങ്ക് യു പീറ്റർ വല്യത്ത്. ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട്, NRI കമ്മീഷനുമായി ബന്ധപ്പെട്ട്, പാർട്ടിയുമായി ബന്ധപ്പെട്ട്, സമുദായവുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു. പ്രത്യേക പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. NRIകളായിട്ടുള്ളവർക്ക് അവരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങൾ, അതിന് പരിഹാരം വരുത്തുവാൻ NRI കമ്മീഷന് സാധ്യതകളുണ്ട്. നമ്മൾ ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പീറ്റർ മാത്യു വല്യത്ത് അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹത്തിന്റെ സമയം, അദ്ദേഹം ഈ കമ്മീഷൻ മെമ്പർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരുവാൻ അദ്ദേഹം വില്ലിങ് ആയിരിക്കും. ബന്ധപ്പെടുക. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കും.
നന്ദി, Thank you. ഇത്രത്തോളം സമയം സ്പെൻഡ് ചെയ്ത്. ഓക്കെ, താങ്ക് യു.